സെപ്റ്റംബർ 21 മറവി രോഗ ദിനം. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമില്ല അല്ലേ? അതിൻ്റെ കാരണം ചെറുപ്പക്കാർക്കും വാർദ്ധക്യം ആയവർക്കും എല്ലാവർക്കും ഒരുപോലെ നേരിടുന്ന ഒരു പ്രക്രിയയാണ് ഈ മറവി എന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് നമ്മളെ ബാധിക്കുന്നത്. കൂടുതൽ മറവി ഉണ്ടെങ്കിൽ ഈ രോഗത്തിന് ഡിമെൻഷ്യ എന്നാണ് പറയുന്നത്. ഈ ഡിമെൻഷ്യ തന്നെ 30-ലധികം തരത്തിൽ ഉൾപ്പെടുന്ന രോഗമാണ് എന്നാണ് ഡോക്ടേഴ്സിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ഇത് നിർണ്ണയിക്കണമെങ്കിൽ, കൂടുതൽ മറവി രോഗം അനുഭവപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ന് കരുതി നമ്മൾ അതിനെ നിസ്സാരമായി കാണേണ്ടതില്ല. കാരണം ചികിത്സ മൂലം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. അത് നട്ടെല്ലിൽ നിന്ന് വെള്ളം കൊത്തിയെടുത്ത് പരിശോധിച്ച്, അതുപോലെ വൈറ്റമിൻ്റെ കുറവ്, ന്യൂട്രീഷ്യൻസിൻ്റെ കുറവ്, മറ്റ് ഉള്ള കുറവുകൾ പരിഹരിക്കാനായി രക്തപരിശോധനയിൽ കൂടി, അപ്പോൾ ഡെഫിഷ്യൻസി രോഗങ്ങളായിട്ട് ഉള്ള രോഗങ്ങളുണ്ട്, വിറ്റാമിൻ കുറവുകൾ, അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ രക്തപരിശോധനയിലൂടെ സാധിക്കും. പിന്നെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനക്കുറവ് തോന്നുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ഇതുപോലെ രക്തപരിശോധന നടത്തി എന്തിൻ്റെ ഡെഫിഷ്യൻസി ആണോ എന്ന് കണ്ടെത്തി ചികിത്സ നടത്തേണ്ടതാണ്. കൂടാതെ നമ്മുടെ വക സ്വന്തം ചികിത്സയും ഇതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറിയ നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നാം, എനിക്ക് കുറച്ച് മറവി ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ സ്വയം നമ്മൾ വിലയിരുത്തിയാൽ നമുക്കിത് നേരിടുന്നതായി തോന്നാം. അപ്പം അങ്ങനെ ചെറിയ തോതിലുള്ള മറവി, ഇപ്പം നമുക്ക് പ്രസൻ്റായിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരില്ല. പഴയതാണെങ്കിൽ നമുക്ക് നല്ല ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോൾ ചാവി വെച്ച് കാണില്ല, അതുപോലെ ഇപ്പോൾ എവിടെയാണ് മറ്റുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പൈസ വെച്ചത്, അല്ലെങ്കിൽ ആഭരണങ്ങൾ വെച്ചത്, ഇങ്ങനെയൊക്കെ വെച്ചത് ഓർമ്മയില്ലാതെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെ നേരിടുന്നുവെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണോ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് അതിന് നമ്മൾ പ്രത്യേകം സ്ഥലം കണ്ടെത്തുക. ആ സ്ഥലങ്ങളിൽ തന്നെയാണ് അത് വെക്കാവൂ. ഇപ്പം അതിവിടെ വെച്ചു, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് എടുക്കാം എന്ന് കരുതി വെക്കുന്ന സംഭവങ്ങൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു അവസരം കൊടുക്കരുത്. അപ്പം നമ്മൾ അതിന് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി ഓരോന്നും വെക്കേണ്ട സ്ഥലങ്ങൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു ചിട്ടയോട് കൂടി പോകുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് തിരച്ചിൽ ഒഴിവാക്കാൻ കഴിയും. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചികിത്സ തന്നെയാണ്. പിന്നെ നമുക്ക് പ്രായമേറും തോറും ഈ മറവി അനുഭവപ്പെടാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ നല്ല പോസിറ്റീവ് ചിന്തയോടുകൂടി എണീറ്റ് പ്രാർത്ഥന, അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വായന. ഏറ്റവും നല്ല ഒരു ഓർമ്മശക്തിക്കുള്ള സംഭവമാണ് വായന. അത് പ്രധാനപ്പെട്ട എന്തെങ്കിലും പോയിന്റ് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ അതിലേറെ നല്ലതാണ് കേട്ടോ. കാരണം മറ്റുള്ളവരോട് നമുക്കത് പറയാൻ കഴിയും. പുതിയ പുതിയ കാര്യങ്ങൾ, വിശേഷങ്ങൾ, ചിലപ്പോൾ നമ്മുടെ മക്കളൊന്നും ചിലപ്പോൾ പത്രമൊന്നും വായിക്കാൻ സമയം കിട്ടാതെ അറിഞ്ഞു കാണില്ല. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താൻ സാധിക്കും. അപ്പം അങ്ങനെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വായന വലിയ ഒരു സഹായമാണ്. അതുപോലെ തന്നെ സംസാരം, അത് നമ്മൾ പറഞ്ഞു, ഇത് നമുക്ക് വിശേഷങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാം. നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നതും വളരെ നല്ലതാണ്. പഴയ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് എങ്കിൽ അത് നമ്മൾ കൂടുതൽ പറയാനുള്ള ഒരു സന്ദർഭം പരമാവധി നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. പഴയ കാര്യങ്ങൾ അവിടെ കിടക്കട്ടെ, അത് നമുക്കിപ്പോൾ പറയണ്ട. പുതിയത് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ കണ്ടെത്താനായിട്ട് സ്വയം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിച്ചാൽ ഒരു പരിധി വരെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ചില ആളുകളുണ്ട്, പഴയ കാര്യങ്ങൾ ഒരിക്കൽ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ആ പഴയ കാര്യങ്ങൾ മാത്രം വളരെ ശക്തിയായി മനസ്സിലങ്ങ് ഉറച്ചു കിടക്കും. അത് നിയന്ത്രണമില്ലാതെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ തന്നെ പരമാവധി, അങ്ങനെ നമുക്ക് തോന്നുന്നുവെങ്കിൽ, മറ്റൊരാൾ പറയുകയാണ് എന്താ ഈ പഴയ കാര്യങ്ങൾ മാത്രം പറയുന്നത്, അപ്പം അങ്ങനെ ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് തന്നെ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് സന്ദർഭം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊന്നും നമ്മൾ അറിഞ്ഞ് സ്വയം നമ്മൾ ചെയ്യുന്നതല്ല, നമുക്ക് വന്നു ചേരുന്നതാണ്. അപ്പം നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ മാറ്റിയെടുക്കാം.
അതുപോലെ പാട്ട് പാടാം, വിനോദയാത്രകൾ. യാത്ര വളരെ നല്ലതാണ് കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ കാണും, നമുക്കത് ആസ്വദിക്കാൻ തന്നെ കഴിയണം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുക, അത് പറയുക, അപ്പം അങ്ങനെ ഇരുന്നാൽ നമുക്ക് യാത്രയുടെ ഫലം ഒന്നും ഉണ്ടാവില്ല. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ പുതിയ മാറ്റങ്ങൾ, എല്ലായിടത്തും പുതിയ മാറ്റങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ ഈ മാർഗങ്ങൾ വഴി സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് കുട്ടികളോടൊത്ത് കളിക്കാനും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനും കുട്ടികളുടെ ഇഷ്ടങ്ങൾ നോക്കിക്കണ്ട് നമുക്ക് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് നമുക്ക് പല കാര്യങ്ങളും, അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. അപ്പോൾ താങ്ക് യു.